ഹലോ, ഇന്നത്തെ റെസിപ്പി നമ്മൾ ബേക്കറികളിൽ നിന്നൊക്കെ മേടിക്കുന്ന എരിവുള്ളൊരു മസാല കപ്പലണ്ടി ഇല്ലേ, അത് നമുക്ക് എങ്ങനെ വീട്ടിൽ തയ്യാറാക്കി എടുക്കാം എന്ന് നോക്കാം. ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും ഒരു ലൈക്ക് തരാനും മടിക്കല്ലേ. നമുക്ക് 4 മണിക്ക് ചായയോടൊക്കെ ഒന്ന് കഴിക്കണ്ടേ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ നമുക്ക് എരിവുള്ള കപ്പലണ്ടി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിപ്പോൾ ഇവിടെ 1/2 കിലോ പച്ച കപ്പലണ്ടി എടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 1/4 ഗ്ലാസ് വെള്ളത്തിൽ ഇച്ചിരി ഞാനിപ്പോൾ ഒരു 2.5 സ്പൂൺ ഉപ്പ് കലക്കിയിട്ടുണ്ട്. അത് ഇതിലേക്ക് ഒന്നുകൂടെ ഒന്ന് എടുക്കുന്നതിന് മുമ്പ് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്കങ്ങ് ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പം കപ്പലണ്ടിയിലെല്ലാം നല്ലതുപോലെ ഉപ്പ് പിടിക്കും. നമ്മൾ ഉപ്പിട്ടല്ല ഫ്രൈ ചെയ്യുന്നത്, ഈ ഒരു ഉപ്പാണ് ഇതിലേക്ക് നന്നായിട്ടിത് കുതിർന്ന് കിട്ടുകയും ചെയ്യും, ഉപ്പെല്ലാം നന്നായിട്ട് പിടിക്കുകയും ചെയ്യും. ഇങ്ങനെ ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇതൊന്ന് അടച്ചു വെച്ചേക്കുക. കാരണം ഉപ്പൊക്കെ ഒന്ന് പിടിക്കാനും എല്ലാത്തിനും വേണ്ടി ഒരു അരമണിക്കൂറെങ്കിലും അടച്ചു വെച്ചേക്കാം. അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ അരമണിക്കൂറായിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ട് ഉപ്പൊക്കെ ഇതിനകത്ത് നല്ലതായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടി ഈ വന്നിരിക്കുന്ന ഉപ്പ് വെള്ളമില്ലേ, അതൊന്ന് ഊറ്റിക്കളഞ്ഞിട്ട് എടുക്കാം. വെള്ളമെല്ലാം കളഞ്ഞ് നല്ല ഡ്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെ ഫ്രൈ ചെയ്യുന്നതെന്ന് നോക്കാം. ഇനി നമുക്ക് അടുപ്പത്തേക്ക് ഒരു വലിയ പാത്രം വെച്ച് കൊടുക്കുക. കാരണം കപ്പലണ്ടി കുറവാണെന്നുണ്ടെങ്കിൽ കൊച്ചു പാത്രം ഒന്നെങ്കിലും മതി. എൻ്റെ കയ്യിൽ ഇപ്പോൾ 1/2 കിലോ ഉള്ളതുകൊണ്ടാണ് ഞാൻ വലിയൊരു ചീനിച്ചട്ടി എടുത്തിരിക്കുന്നത്. അതിലേക്ക് നല്ല വെളിച്ചെണ്ണയോ ഓയിലോ ചേർത്ത് കൊടുക്കുക. ഒരുപാട് എണ്ണ ഒഴിക്കേണ്ട, ആ കപ്പലണ്ടിയിലെല്ലാം ഒന്ന് പിടിക്കത്തക്ക രീതിയിലുള്ള കുറച്ച് എണ്ണയൊന്ന് ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി കഴിയുമ്പം അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കപ്പലണ്ടി ചേർത്ത് കൊടുക്കുക. ഇനി ഈ എണ്ണയ്ക്കകത്തിട്ട് ഈ കപ്പലണ്ടി നന്നായിട്ട് ഇളക്കി ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. നമുക്കറിയാമല്ലോ, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ കപ്പലണ്ടി നമുക്കറിയാമല്ലോ, നമുക്ക് കടയിൽ നിന്ന് കിട്ടുന്നതാണെങ്കിലും വറുത്ത കപ്പലണ്ടി കഴിക്കുമ്പോൾ ഉള്ള ഒരിത് ഒരുപാട് കരിഞ്ഞും പോകരുത്, മൂത്ത് പോകാതെ ഇരിക്കരുത്. കാരണം നമ്മൾ തീ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ അകം വേവാതെ വരും. അതുകൊണ്ട് തീ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കപ്പലണ്ടിയുടെ ആ ഒരു പരുവത്തിലേക്ക് എടുക്കുക. റോസ്റ്റ് ചെയ്യുന്നൊരു കപ്പലണ്ടിയുടെ പരുവത്തിലേക്ക് എടുക്കുക. കപ്പലണ്ടി നമ്മൾ വറക്കുമ്പം നമ്മളിതിലേക്ക് പോയി ഒരുപാട് നേരം ഇങ്ങനെ സൂക്ഷിച്ച് പോയി നോക്കി നിൽക്കരുത്. കാരണം കപ്പലണ്ടി പൊട്ടിത്തെറിക്കും. അതൊന്ന് നമ്മൾ സൂക്ഷിച്ചോളുക. കപ്പലണ്ടി ആയി വരുന്നതേ ഉള്ളൂ, കണ്ട റോസ്റ്റായിട്ട് വരുന്നതേ ഉള്ളൂ. നമുക്ക് ഒന്നുകൂടെ ഫ്രൈ ആയതിനു ശേഷം നോക്കാം. ഇപ്പോൾ വേണ്ട നമ്മുടെ കപ്പലണ്ടി ഇവിടെ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. എന്താ കളർ ചേഞ്ചൊക്കെ മാറി കപ്പലണ്ടിയൊക്കെ വെന്ത് നല്ല കളറൊക്കെ ചേഞ്ച് ആയത് കണ്ടോ. ഇതാണ് പരുവം. നമ്മൾ ഇടയ്ക്കൊന്ന് കഴിച്ചു നോക്കുക കപ്പലണ്ടിയുടെ അകം വെന്തോ എന്നൊക്കെയുള്ളത്. ആ ഒരു പരുവം ആയി കഴിയുമ്പം ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. നമ്മുടെ കപ്പലണ്ടിയെല്ലാം ഞാനിപ്പോൾ ഇവിടെ എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട്. എണ്ണയൊന്നും നമുക്ക് ബാലൻസ് വരത്തില്ല, കാരണം നമ്മൾ കറക്റ്റ് എണ്ണയാണ് ഒഴിച്ചു കൊടുത്തത്. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. കാശ്മീരി മുളക് പൊടിയും സാദാ മുളക് പൊടിയും കൂടെ ചേർത്ത് വേണമെങ്കിൽ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴാകുമ്പോൾ നമുക്ക് ഈ ചൂടെണ്ണയും കപ്പലണ്ടിക്കകത്തോട്ട് ഈ മുളക് പൊടി ഇട്ട് കഴിയുമ്പോഴത്തേന് അത് നന്നായിട്ട് അതിലേക്ക് കോട്ട് ചെയ്തോളും. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഒരു ഐറ്റം കൂടെ ചേർക്കാനുണ്ട്. ഇനി നമുക്ക് കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. അത് ഓപ്ഷണലാണ്. ഇതും കൂടി ഇട്ട് കൊടുത്താൽ പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഒരു 1/2 സ്പൂണ് ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അതിന് നമുക്ക് കുറച്ച് നേരത്തേനൊന്ന് മാറ്റി വെക്കാം. അതിനകത്ത് മസാലയെല്ലാം ഒന്ന് പിടിച്ച് ഒന്ന് സെറ്റാകാൻ വേണ്ടി. ഒരുപാട് ഇളക്കണ്ട, കാരണം ആ എണ്ണയ്ക്കകത്തും ആ കപ്പലണ്ടിക്കകത്തും ഇരുന്ന മുളക് പൊടി ഒന്ന് മൂക്കട്ടെ. ആ സമയം കൊണ്ട് നമ്മൾ ആ കപ്പലണ്ടി വറുത്ത പാത്രത്തിലേക്ക് ഒരല്പം എണ്ണയും കൂടി, ഏതെണ്ണയാണ് എടുത്തത് ആ എണ്ണയും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഇനി എണ്ണയിലേക്ക് ഒരു 6-7 അല്ലി വെളുത്തുള്ളി ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചിട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കപ്പലണ്ടിയിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ പ്രത്യേക ഒരു ഫ്ലേവറാണ് ആ കപ്പലണ്ടിക്ക് കിട്ടുന്നത്. ഇത്രയും മതി, ഈ ഒരു പരുവത്തിൽ മതി. നമുക്കത് കപ്പലണ്ടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. വറുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പിലയും വെളുത്തുള്ളിയും കൂടെ നമുക്ക് ഈ കപ്പലണ്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഉപ്പ് കുറവാണെന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് തന്നെ ഇങ്ങനെ മുകളിലൊന്ന് വെതറി കൊടുത്തിട്ട് മിക്സ് ചെയ്യാം. ഞാൻ ഇട്ടതിൽ അല്പം ഉപ്പ് കുറവെന്ന് തോന്നി, അതുകൊണ്ടാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തത്. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം.
നമ്മുടെ റോസ്റ്റഡ് പീനട്ട് അല്ലെന്നുണ്ടെങ്കിൽ വറുത്ത കപ്പലണ്ടി, മസാല ഇട്ട് വറുത്ത കപ്പലണ്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് 4 മണിക്കത്തെ കടുങ്കാപ്പിയുടെ കൂടോ അല്ലെങ്കിൽ ചായയുടെ കൂടോ അടിപൊളി ഒരു ഐറ്റമാണ്. ബേക്കറിയിൽ നിന്ന് മേടിച്ച് നമ്മൾ വെറുതെ പൈസ കളയണ്ട. കപ്പലണ്ടി നമുക്ക് വീട്ടിൽ മേടിക്കാം. ആവശ്യത്തിനുള്ളത് നമുക്ക് സ്വയമായിട്ട് തന്നെ ചെയ്തെടുക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഒരു ലൈക്കും ചെയ്ത് ഫാമിലി ഫ്രണ്ട്സിന് എൻ്റെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. വീണ്ടും ഒരു റെസിപ്പിയുമായിട്ട് വരുന്നിടം വരെ ബൈ.